ഉയർന്ന ജാതിക്കാർക്കായി വഴിമാറിക്കൊടുക്കേണ്ടുന്ന കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ നാട് ഇന്നത്തെ പുതിയ കാലത്തേക്ക് മാറ്റപ്പെട്ടത് നാം നടത്തിയ സാംസ്കാരിക കലാപ്രവർത്തനങ്ങളിലൂടെയാണെന്ന് ചലച്ചിത്ര നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ തൃക്കരിപ്പൂർ കടപ്പുറം വേലുമരക്കാർ സ്മാരക ഗ്രന്ഥാലയം വാർഷികാഘോഷ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കടലോര ഗ്രാമമായ വലിയ പറമ്പിലെ തൃക്കരിപ്പൂർ കടപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഗ്രന്ഥാലയത്തിന്റെ 38ാം വാർഷികാഘോഷവും വേലുമരക്കാരന്റെ 50ാം ചരമവാർഷികാചരണവും 2 ദിവസം നീണ്ടുനിന്ന വിവിധ പരിപാടികളോടെയാണ് നടന്നത്. സാംസ്കാരിക സദസ്സ് ചലച്ചിത്ര നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. പോലും സംസാരിക്കാൻ ഇടം കിട്ടി എന്നുള്ളത് വലിയൊരു ഭാഗ്യമല്ലേ. അദ്ദേഹം ചെയ്ത ഒരു മഹത് കർമ്മമല്ലേ, ഒരു നാടിനെ ചേർത്ത് പിടിക്കാൻ തൃക്കരിപ്പൂർ കടപ്പുറന്നാണ് ഞാൻ പറയുന്നതാണ്. കടപ്പുറത്തെ പ്രിയപ്പെട്ടവരെ എല്ലാ കാര്യത്തിലും കൂടെ നിന്ന് വിദ്യാഭ്യാസത്തിനും സാംസ്കാരിക പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ച നാട്, എല്ലാവരും ജാതിക്കും മതത്തിനും അതീതമായി പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. ഒരു ജാതിയോ മതമോ എല്ലാവരും ഇവിടെ ഒരുപോലെ തന്നെയാണ്. ഒരു സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ നന്മയുടെ കുറേ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാവരും അങ്ങോട്ടുള്ള സ്നേഹമാണ്. ഒരു ജാതിയില്ല, ഒരു മതവുമില്ല, ഒരേ പ്രത്യേക പൊളിറ്റിക്സോ ഇല്ലാതെ തന്നെയാണ് ഒരു യാത്ര ചെയ്തത്. 3 വർഷമായി. സംഘടക സമിതി ചെയർമാൻ ഡോക്ടർ ടി വിനയൻ അധ്യക്ഷത വഹിച്ചു. നടനും സംവിധായകനുമായ MT അന്നൂർ മുഖ്യാതിഥിയായിരുന്നു. വലിയ പറമ്പ് പഞ്ചായത്ത് അംഗം കെ ഷീജ വിവിധ കലാകായിക മത്സര വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി. അരവിന്ദൻ കൊട്ടാരത്തിൽ, കെ ഭാസ്കരൻ, സംഘടക സമിതി കൺവീനർ M സുരേശൻ, BP രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. വേലുമരക്കാർ അനുസ്മരണ സമ്മേളനത്തിൽ KP രാമകൃഷ്ണൻ പ്രഭാഷണം നടത്തി. ഗ്രന്ഥാലയം പ്രവർത്തകരുടെ കുടുംബ സംഗമം ലൈബ്രറി കൗൺസിൽ ഹോസ്ദുർഗ് താലൂക്ക് സെക്രട്ടറി P വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണത്തിൽ ലൈബ്രറി കൗൺസിൽ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി PV ദിനേശൻ ഉപഹാര സമർപ്പണം നടത്തി. പതിറ്റാണ്ടുകളായി ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന മുതിർന്ന അംഗങ്ങളെ TV ബാലകൃഷ്ണൻ ആദരിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് KV രാമചന്ദ്രൻ, PV നന്ദനൻ എന്നിവർ പ്രസംഗിച്ചു. രാത്രി നൃത്തസന്ധ്യയും കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ് നാടകവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.